ഹായ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കുറേ ലേറ്റായിട്ട് വീഡിയോ ഇട്ടത്. ഇന്നലെ ഞങ്ങൾ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി അനന്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് ആ വീഡിയോ ഞാൻ ഇടാം. കാരണം അത് ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, ക്യാപ് കട്ട് എന്നുണ്ട്. അതിപ്പോൾ എന്തോ ചിലപ്പോൾ അതിൽ അത് കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ പണി കിട്ടാൻ സാധ്യതയുണ്ട് പറയണ്ടാണ്. അത് നിരോധിച്ചെന്ന് എന്തോ പറയുന്നു. എനിക്ക് ഉറപ്പായിട്ടില്ല, പക്ഷെ എനിക്ക് അത് യൂസ് ചെയ്യാൻ ധൈര്യമില്ല. പിന്നെ വേറൊരു ആപ്പ് വേറൊരു ആപ്പ് എനിക്ക് അറിയാം, പക്ഷെ അതിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം അത് പഠിച്ചിട്ട് അത് ചെറിയ കുറേ വീഡിയോ ആയിട്ടാണ് ഞാൻ ഹോട്ടലിൽ എടുത്തത്. അപ്പം അത് നോക്കിയിട്ട് അതിടാം. എന്നിട്ട് ഞാൻ പുതിയ തിരുവാതിര പ്രാക്ടീസും തുടങ്ങുകയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ അനന്തിൻ്റെ കുറേ കാര്യത്തിന് വേണ്ടി ഓടി നടന്നിട്ട് തീരെ വയ്യ, നല്ല വെയിലാണ്. ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പൊന്തണില്ല. എന്തെങ്കിലും ഒരു വീഡിയോ ഇടാതെ പറ്റില്ല വെച്ചിട്ടാണ്. പറയാ എന്താ കാര്യം, നീ എന്താ എന്നെ വിളിച്ചേ? ഉറക്ക പറയത്തായിരുന്നു. മൈക്ക് ശരിയായിട്ട് മൈക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടി കഴിഞ്ഞാൽ വായിക്കണം. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടാൻ തുടങ്ങും. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങും. നമുക്കൊന്നും അതിൻ്റെ അയൽവക്കത്ത് കൂടെ ആയിട്ടില്ല. നമുക്ക് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ സബ്സ്ക്രൈബർ 2028 സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു. പക്ഷെ മണിക്കൂറൊന്നും ആയിട്ടില്ല, ഒരു 1200 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ വേറെ കാര്യം കേട്ടോ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം അതിനൊരു വരുമാനം ഓടിപ്പോയിട്ട് ഉണ്ടാക്കണം അങ്ങനെ ജീവിക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചു പോകേണ്ട അനുഗ്രഹം കൊണ്ട്. പക്ഷെ പലരും അപ്പം അതിന്ന് കാശ് കിട്ടിയാൽ നമുക്ക് അധികമായിട്ടൊന്നല്ല പറയണേ. എന്നാലും ചേച്ചി ഉള്ളത് കൊണ്ട് ചേച്ചി ഞങ്ങളെ തലക്കേടില്ലാണ്ട് നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും. ചേച്ചിയുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞാട്ട കാര്യം എനിക്കറിയില്ല. അപ്പം അതും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തെങ്കിലും വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നാളേക്കായി ഭാവിയിലേക്കായി എന്നൊക്കെയുള്ള വിചാരമൊക്കെ ഞാൻ എനിക്കും കൊണ്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ എന്നും പറഞ്ഞിട്ട് ഈ യൂട്യൂബ് ടിപ്സ് തന്നെ കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. ചിലവരൊക്കെ നല്ല ക്ലാസ്സിൻ്റെ തരിക. അപ്പോൾ ചിലർ പറയും ഒറ്റ ദിവസം കൊണ്ട് 4000 മണിക്കൂർ. അപ്പോൾ നമ്മളത് ഓടിപ്പോയി അത് ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോ ഇരുന്ന് കാണും. പക്ഷെ ഒന്നുമില്ല. അവരെന്താ പറയുക, നിങ്ങളുടെ ടൈറ്റിൽ നന്നാവണം, നിങ്ങളുടെ തമ്പനെയിൽ നന്നാവണം, നിങ്ങളുടെ കണ്ടന്റ് നന്നാവണം. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് അൽഗോരിതം നിങ്ങളെ പരിഗണിക്കും. നിങ്ങൾക്ക് അപ്പോൾ അത് പലരിലേക്കും പോകും. അപ്പോൾ നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വാച്ച് ടൈം കിട്ടാന്നൊക്കെ ഇനി പറയണേ. കുറേ പേര് പറ്റിപ്പ് എന്ന് പറഞ്ഞാൽ പറ്റിപ്പോൾ അതിപ്പോൾ ഞാനതിൽ അങ്ങനെ തന്നെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മുടെ തമ്പനയിൽ, പക്ഷെ എൻ്റെ ഒരുവിധം ടൈറ്റിലും തമ്പനയിലൊക്കെ ഞാൻ അതിനോട് സാമ്യമുള്ളതിനായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ചങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിപ്പോയി ക്ലിക്ക് ചെയ്യില്ല ആൾക്കാരെ. അങ്ങനെ പറ്റിക്കുക 1-2 ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടില്ല ആൾക്കാരെ പറ്റിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഇതിന് തന്നെ 4000 മണിക്കൂർ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് 4000 മണിക്കൂർ കിട്ടുന്നൊക്കെ ഞാൻ ഓടിപ്പോയി നോക്കാറുണ്ട് ആദ്യമൊക്കെ. ഇപ്പം ഞാൻ നിർത്തിയ പരിപാടി. യൂട്യൂബ് തുടങ്ങിയ ഉടനെയൊക്കെ ഞാൻ പോയി നോക്കാണ്ട് എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് 4000 അവേഴ്സ് കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് 4000 മണിക്കൂർ വേണം. 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്താലാണ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഫോർമാലിറ്റീസ് വേറെ ഉണ്ടെന്നാണ് കേട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് സത്യത്തിൽ അറിയില്ല. മോണിറ്റൈസേഷൻ ആയി അത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ചില ആൾക്കാർ യൂട്യൂബ് ടിപ്സ് പറഞ്ഞാൽ നല്ല ചാനലുകളുണ്ട് കേട്ടോ. എല്ലാവരും അടച്ചു വിട്ടാൽ നല്ല ചാനലുകളുണ്ട്. അവർ നന്നായി പറഞ്ഞു തരുന്നവരുണ്ട്. പിന്നെ ഇതിന് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്. അത് നമ്മൾ ആദ്യം ഒരു ഫീസ് കൊടുക്കണം. ഇപ്പോൾ അങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആവാന്ന് പറഞ്ഞാൽ. അതാണ് കിട്ടിയ മോണിറ്റൈസേഷൻ ചാനൽ കണ്ട മോണിറ്റൈസേഷൻ ഞാൻ ചിലപ്പോൾ പറയുന്നുണ്ട് മോണിറ്റൈസേഷന്റെ കാര്യം. ആരെങ്കിലും കേട്ട് സംസാരിക്കുമ്പോൾ കേൾക്കാണ്ടതായിരിക്കും. ഇത്രയുള്ളൂ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയുള്ളൂ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങും. അതാണ്. ഫേസ്ബുക്കിൽ നിന്നായാലും വേറൊന്നുമില്ല. പിന്നെന്താ ഇന്നത്തെ ഹോട്ടൽ അനുഭവം എങ്ങനെയുണ്ട് എന്ന് പങ്കുവയ്ക്കൂ. സൂപ്പറായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. ചപ്പാത്തി പോലത്തെ സാധനത്തിന്റെ പേര് നാനും പിന്നെ ചില്ലി ചിക്കൻ നല്ല സാധനം ഉണ്ടായിരുന്നു. സൂപ്പർ സാധനമായിരുന്നു. പിന്നെ പപ്പായ ജ്യൂസും കുഴപ്പമില്ലായിരുന്നു. നല്ല ജ്യൂസായിരുന്നു. സൂപ്പറായിരുന്നു. കുട്ടികൾ വേറെ എന്തൊക്കെയോ പ്ലാറ്റർ എന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് റൈസ്, പിന്നെ ചിക്കൻ, ബീഫ്, മട്ടൺ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ അതൊന്നും ഇവന് ചിക്കൻ തന്നെ ഇഷ്ടം. അതിന്റെ ഗ്രേവിയോ കൊടുത്തേ. പീസൊന്നും കഴിച്ചില്ല, ഗ്രേവിയോ കൊടുത്തേ. ഫോൺ വന്നിട്ടുണ്ട്, ആരാ നോക്കട്ടെ. അമ്മ നീ ഇതിന്റെ വിവരങ്ങൾ പറയും. സൂപ്പർ അനുഭവമായിരുന്നു.
ചപ്പാത്തിയും ചില്ലി ചിക്കനും കൊപ്പക്കായ ജ്യൂസും കഴിച്ച് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പറഞ്ഞാൽ പറ്റില്ല, അത് അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായി. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ കുറെ നേരം അങ്ങനെ നേരത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. നല്ലൊരു അനുഭവം. ഹോട്ടല് ഭംഗിയുണ്ടായിരുന്നു, അടിപൊളി ലുക്ക്. റൗണ്ടി ഗ്ലോബൽ ഡിന്നർ എന്നിട്ടുള്ള ഹോട്ടലിലാണ് പോയി. അവിടെ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് നല്ല വലിയ ഹോട്ടലാണ്. അപ്പം അത് നല്ലൊരു അന്തരീക്ഷമാണ് അതിൻ്റെ അവിടെ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള സെറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു അല്ലേ. അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, കൂടി ഒരു നാനിന്റെ ഒരു നാൻ 3 പീസായിട്ട് തരിക. അതിലൊരു പീസാണ് അവൻ കഴിച്ചത്, ഒരു പീസാണ് ഞാനും കഴിച്ചത്. ഇത്രയ്ക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ഉള്ളൂ. പിന്നെ പപ്പായ ജ്യൂസ് കഴിച്ചിരുന്നു. അപ്പോൾ ഭക്ഷണത്തിനോടുള്ളൊരു ഇഷ്ടം അങ്ങനെയൊന്നുമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം കഴിച്ച് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു, അത്രയൊക്കെ തന്നെ അല്ലേ. അതിന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ അത് സാധിച്ചു കൊടുത്തു. കൊല്ലത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ പോവാം, കാരണം അല്ലെങ്കിൽ അത്യാവശ്യം പൈസ വരും എല്ലാവരും കൂടി കഴിക്കുമ്പോൾ. പിന്നെ നമ്മളങ്ങനെ ഹോട്ടലിൽ ഇവിടെ എത്ര രൂപ കഴിയുന്നത് വളരെ തെറ്റായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നല്ല, എത്രയോ പേര് ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷേ ചേച്ചി ഒന്നും എന്നെ ഏറ്റെടുത്തില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ വരെ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ മാറിയാണ് അല്ലേ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് അറിയാം. ഒത്തിരി ചോറ് കളയാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പട്ടിണി കിടന്നിട്ടല്ല, ഇന്നുവരെ കിടന്നിട്ടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷെ എന്നാലും അന്നം കളയാമെന്നാണ് ഭയങ്കര വിഷമം. അപ്പം അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ പോയി വെറുതെ കാശ് കളയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ കൊല്ലത്തിൽ ഒരിക്കലോ 2 കൊല്ലം കൂടുമ്പോഴും ഞങ്ങളിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിരുന്നിട്ട് കഴിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പം തോന്നുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പോകണമെങ്കിൽ എന്നാൽ നമുക്കൊന്ന് പോയാലോ തോന്നിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് പോയത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ കഴിക്കാറുണ്ടില്ല എന്നല്ല, പിന്നെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ കയറുക അല്ലാണ്ട്. അപ്പോഴും നമ്മൾ അതിനൊക്കെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും കയറി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ കഴിച്ചു, അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്. നമുക്കൊരു ടൂർ പോയി രാവിലെ എവിടെയെങ്കിലും കയറി ഇഡ്ഡലി ദോശ കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, വൈകുന്നേരം ചപ്പാത്തി കഴിച്ചു, അങ്ങനെയൊക്കെയല്ലേ. അല്ലാതെ ഇതേപോലെ ഇത്തിരി ലാവിഷായിട്ട് ആദ്യമായിട്ടോ ജീവിതത്തിൽ. മാത്രമല്ല അതൊരു ദൂർത്താണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലേ. അപ്പം എന്തായാലും അനന്തിന് സന്തോഷമായി, ഹാപ്പി അനന്ത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് നാളെ വരാം ഞങ്ങൾ. തെറ്റാണെങ്കിൽ ഹോട്ടൽ വിശേഷങ്ങളായിട്ട് തന്നെ വരാം. ഞാൻ ട്രൈ ചെയ്യട്ടെ, ഒന്ന് പഠിക്കട്ടെ ഞാൻ. ഓക്കെ, ബൈ.